എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. 24 ന്യൂസ് പ്രൈം ടൈം എക്സ്ക്ലൂസീവ് ഹിയർ ഫ്രം കൊച്ചി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മെസ്സി കേരളത്തിലേക്ക് എത്തുമോ ഇല്ലോ. ഏറെ നാളത്തെ അനുസരിച്ച് നമുക്ക് പരിഹാരം കണ്ടെത്തണം. ഇതേപ്പറ്റി സംസാരിക്കാൻ താരങ്ങളാവാൻ നടക്കുന്നവരും നമ്മുടെ ലൈനിൽ ചേരുന്നു. നമ്മുടെ റിപ്പോർട്ടർ ഹംസ വട്ടക്കുളത്തിലേക്ക്. ഈ മെസ്സി കേരളത്തിൽ വരുമോ? അല്ല, മെസ്സി വരുമല്ലോ എന്നുള്ള കാര്യം പറയേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണ്. മെസ്സി വരുമല്ലോ എന്നുള്ള കാര്യം അറിയില്ല. ആട് വരും, ഡ്യൂഡ് വരും. ഇത് ലൈവാണോ? ലൈവാണോ ഇത്? നീ എനിക്കിട്ട് ഉണ്ടാക്കിട്ടാണോടാ പറയണത്? ഉണ്ണി ബ്രോ, ഈ മെസ്സി കേരളത്തിൽ വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ബ്രോയുടെ എന്താ ബ്രോ? മെസ്സി വരുമോന്നറിയില്ല. മണ്ഡലകാലമാണ്, അല്ലെങ്കിൽ മരിക്കുമോ നോക്കൂ. സ്വാമി ശരണം. എൻ്റെ നാട്ടിൽ മെസ്സി വരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മളത് ക്ഷമയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഖത്തനാർക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷമായി ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഖത്തനാർക്ക് വേണ്ടി 8 വർഷം ക്ഷമിച്ചിരിക്കാമെങ്കിൽ നമുക്ക് മെസ്സിക്ക് വേണ്ടി ഒരു 18 വർഷമെങ്കിലും ക്ഷമിച്ചിരിക്കാം. ഇല്ല, അങ്ങനെ തോന്നാറില്ല ചേട്ടാ. മെസ്സി വരുമ്പോൾ വലിച്ചടിക്കാനാണ്, അല്ല വലിച്ചടുത്ത് നിർത്താനാണ് തോന്നുന്നത് ചേട്ടാ. പിന്നെ ഇതൊക്കെ സ്പോർട്സ് കൗൺസിലല്ലേ ചേട്ടാ പറയേണ്ടത്. എന്തായാലും ഫുട്ബോൾ ഡെവലപ്പാണ് ചേട്ടാ, ക്രിക്കറ്റോ ഡെവലപ്പായില്ല. അണ്ണാ, മെസ്സി കേരളത്തിൽ വരുമ്പോൾ ഞാനും അണ്ണനും ലാലേട്ടനും ഒരു ടൈറ്റ് ഫ്രെയിമിൽ മെസ്സിയുടെ കൂടെ അസ്ത്രയിൽ അണ്ണാ അണ്ണൻ ശരി, അത് പറയും. മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു സർക്കാരാണ്. സർക്കാർ മെസ്സിയെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഭയങ്കര ചെലവുള്ള പരിപാടിയാണ്. അത് അവര് കൊണ്ടുവരട്ടെ. റൊണാൾഡോയെ കൊണ്ടുവരും. ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി.